തുടങ്ങി കേട്ടോ, മുടിഞ്ഞ് ബ്ലോക്കാന്ന് തോന്നുന്നു. ഇത് ഈ പറഞ്ഞ പോലെ ഈ നോക്കട്ടെ എന്തിവിടെ നടക്കുന്നതെന്ന്. ഒരു ട്രാഫിക് പോലീസിനെ കാണാൻ പറ്റുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നത്തെ ഒരു ബ്ലോക്ക് ഉള്ളിടത്ത്. അതായത് മണിക്കൂറുകൾ ബ്ലോക്ക് പോകും. പക്ഷേ ആ പ്രദേശത്ത് മാത്രം അവരറിയത്തില്ല അങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടായതോ ഒന്നും അവർക്ക് അറിയത്തില്ല. അവർ ആ സമയം എവിടെയെങ്കിലും പാത്തിരുന്ന് ഹെൽമെറ്റോ സീറ്റ് ബെൽറ്റോ ഒക്കെ പിടിക്കുമായിരിക്കും, അല്ലെ RC ബുക്കൊക്കെ നോക്കുമായിരിക്കും. അങ്ങനെ ആവാനാണ് സാധ്യത. എത്ര മിനിറ്റ് കാണുന്നുണ്ടോ? അനങ്ങിയിട്ടില്ല. ഇത് എത്ര മണിക്കൂറുണ്ടെന്ന് നോക്കിക്കോണേ. ഇപ്പം എത്ര 10:18 തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പം 10:20 ആയിട്ടുണ്ട്. കണ്ടോണം അവരുടെ പണിയായത്. ആ പണി എന്താ, ഈ പണി ചെയ്യണോ വേണ്ടെന്ന് ഇവർക്ക് അറിയത്തില്ല. ആരും പറഞ്ഞില്ല, ആരും പഠിപ്പിച്ചും കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഈ സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും പിടിക്കലാണ് ജോലി എന്ന വിചാരം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ജോലി എന്താണെന്ന് ട്രാഫിക് പോലീസിന് അറിയാതായി കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നിടത്തൊന്നും പോലീസിനെ കാണാറില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലോക്കോ ചെറിയ അപകടം നടന്നാൽ പോലും ഇവർ ഏറ്റവും അവസാനമൊക്കെ വരുന്നത്. അതേസമയം ഒരു ഹെൽമെറ്റ് പിടുത്തോ വല്ലതും ഒന്ന് കാണട്ടെ, എവിടെ ഒരു വളവിന് പാത്ത് നിൽക്കുന്നതാണ്, ഇങ്ങനെ ഊതിക്കുക. ഭയങ്കര ഉത്തരവാദിത്വമാണ്, ഭയങ്കര പണിയാണ്. ലോകത്തെ ഏറ്റവും വലിയ പണിയാണ് വളവിന് ഒന്ന് ഊതിക്കുകയും. വേറെ രാജ്യത്തൊക്കെയാണെങ്കിൽ ആദ്യം ട്രാഫിക്കൊക്കെ കൺട്രോൾ ചെയ്ത ശേഷമായിരിക്കും അവർ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങുന്നത്. ഇവിടെ അതല്ല, ബാക്കി എല്ലാ പരിപാടിയും നമ്മൾ ചെയ്യും, പക്ഷെ വേണ്ട കാര്യം ചെയ്യത്തില്ല. എല്ലാം നോക്കി ഇത്രയും ദൂരത്തിനകത്ത് ഇത് ഇങ്ങോട്ട് ബ്ലോക്ക് ഇതിൽ പാല ഒരു ചെറിയ കേസാണ്. ഇവിടെ ഒരാൾ ഇറങ്ങി നിന്നാൽ തന്നെ കുറച്ചൊക്കെ കൺട്രോൾ ആവും. അത് ആക്കാനും അറിയത്തില്ലായിരിക്കും, ആർക്കറിയാം ഇവനൊക്കെ എന്തോ അറിയാവുന്നതെന്ന്. എന്നും ഇതല്ല, പല സ്ഥലത്ത് ഇപ്പോൾ ബ്ലോക്കുകൾ കാണാം, പക്ഷെ അവിടെ ഒന്നും ഈ ട്രാഫിക് കൺട്രോൾ ചെയ്യേണ്ട ഒരു ഉദ്യോഗസ്ഥൻ പോലും കാണത്തില്ലെന്നുള്ളതാണ്. എല്ലാം നോക്കിക്കോ, നിങ്ങൾ എവിടെ വേണേ നോക്കിയോ. ഇവർ എന്ത് ജോലിയാണ് പിന്നെ ചെയ്യുന്നതെന്നുള്ള മനസ്സിലാകത്ത്. എന്തിനാണ് ഇപ്പോൾ ഈ ആൾക്കാരുടെ പോക്കറ്റ് അടിക്കാനും പിടിച്ചു പറിക്കാനും ഒക്കെയാണോ ശമ്പളം മേടിക്കുന്നത്? അതെന്തൊരു ജോലി? അത് ഇത്രയും വൃത്തിയായിട്ടൊരു ജോലി ലോകത്ത് എവിടെയും കാണുമോ? ശരിക്കുള്ള ജോലി ഇതല്ലേ. അല്ലാതെ ഫൈൻ അടയ്ക്കാൻ വേണ്ടിയിട്ട് ജോലി എടുക്കുന്ന മനുഷ്യരെന്ന് പറഞ്ഞാൽ ഭയങ്കര തമാശയാണ്. അതും ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്നവരുടെ പണിയാണ് പോക്കറ്റ് അടി. ഞാൻ പറഞ്ഞില്ല, ഈ പോക്കറ്റ് അടിക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്നേ. അതെല്ലാം പോലീസിൽ കയറിയേക്കോ ഇപ്പോൾ. എന്നിട്ട് പോക്കറ്റ് അടിക്കാൻ ഇറങ്ങും എല്ലാ ദിവസവും ഒരു സമയമാകുമ്പോൾ ഇറങ്ങിയിട്ട് വഴിയിലൊക്കെ നിന്ന് ഓരോ നമ്പർ കാണിച്ച് പോക്കറ്റ് അടിക്കുക. ഇത് കണ്ടോ, ഈ ബ്ലോക്ക് നിങ്ങൾ കണ്ടു നോക്ക്. ഇവിടെ എവിടെയെങ്കിലും ഒരു പോലീസുകാരൻ ഇവിടെ എവിടെയെങ്കിലും കാണുമോ നോക്കട്ടെ. കണ്ടാൽ കൊള്ളാം. ഇത് ഉണ്ടായിട്ടും കാര്യമില്ല, ഇത് കണ്ടില്ലേ കിടക്കുന്നത്. ഇത് എങ്ങനെ ഈ ബ്ലോക്ക് ഉണ്ടാകുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രദ്ധിച്ചു നോക്കൂ, കുറേ നേരം എടുക്കും ഇത്. ഇപ്പം തന്നെ 4 മിനിറ്റായി. കണ്ടോണം ഇനി എത്ര നേരം ഉണ്ടെന്ന്. ഇത് അത്രയും മണിക്കൂർ ഇത്രയും വണ്ടികൾ ഇവിടെ ഈ പെട്രോളും കത്തിച്ച് വെറുതെ കിടക്കുക. പൊല്യൂഷന് പ്രശ്നമില്ല. നമ്മൾ ഈ അടിക്കുന്ന പെട്രോളിന് വില കൂടുന്നുണ്ട്. നല്ല വിലയുള്ള സാധനമാണ് നമ്മൾ ഈ സാധനത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ വഴി കിടക്കുന്നത്. ടാക്സും എല്ലാം കറക്റ്റായിട്ട് എല്ലാവരും അടയ്ക്കുന്നുണ്ടല്ലോ, അല്ലേ? എല്ലാം അത് പേപ്പർ അടിച്ചിട്ട് ഫൈനൊക്കെ അടയ്ക്കത്തില്ലേ? അത് എന്തിനാണ് ഫൈൻ അടിക്കുന്നത്? ഇങ്ങനെ കിടക്കാനാണെങ്കിൽ ഇവർ ടാക്സ് ഇൻഷുറൻസ് ഒക്കെ നോക്കി ഫൈൻ അടയ്ക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ വഴി കിടക്കും ഓരോരുത്തർ, കുഴിക്കകത്ത് വീണ് മരിക്കുന്നു. അവിടെ ചേർത്തലയിലാണെങ്കിൽ അരൂർ ചേർത്തല റൂട്ടിൽ എത്ര ആക്സിഡൻസ് ആയി. എന്നിട്ടും ആ സൈഡിൽ കൂടെ ടെമ്പററി റോഡ് നശിപ്പിച്ച് തന്നെ ഇട്ടേക്കുന്നത്. മനസ്സിലായോ? അതൊന്നും ശരിയാക്കത്തില്ല. എന്നാൽ എത്ര 5 വർഷത്തോളം ആ വഴി അങ്ങനെ തന്നെ കിടക്കുമോ? എത്ര പേര് വീണു, എത്ര പേര് മരിച്ചു, ആരും അറിയുന്നില്ല, ആരോടും പറയത്തില്ലെന്നുള്ള പോലെ ഇരിക്കുക. അതാണ്ട് എടുത്തില്ല, അതിന്റെ മണ്ടയ്ക്കൂടെ കയറ്റിക്കൊണ്ട് പോകാൻ പോകുന്നു. കയറ്റിക്കൊണ്ട് പോകല്ല, നടക്കത്തില്ല. ഇതൊക്കെ നിയമവിരുദ്ധമാണ് പറഞ്ഞു കഴിഞ്ഞാൽ. വേണ്ട, അതിന്റെ നമ്പറൊന്നും കാണിക്കണ്ട. അവനെ പിടിച്ചോണെ പെറ്റിയടിക്കും. അത്രയും ഊളകളായിമാര് ആണെന്നേ. വിവരമില്ലല്ലോ. ജോലി പോക്കറ്റ് അടിയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അല്ലേ? അങ്ങേ അറ്റത്ത് കണ്ടോ, ആ വളവിന് കുറെ എണ്ണം നിൽക്കും. തോപ്പുംപടി എത്തുന്ന സ്ഥലത്ത് അവിടെ കാണും ഉളുപ്പില്ലാതെ നിൽക്കുന്നത്. ഉളുപ്പില്ലായ്മ വേണം, ഒരു ഉച്ച ഉളുപ്പ് വേണം ജോലിക്കകത്ത്. ഈ ജോലി ചെയ്യുന്നതിനൊരു എന്താണ് ജോലി എന്നെങ്കിലും ഒന്ന് പഠിപ്പിക്കൂലേക്ക്. ഇങ്ങനെ ജോലി എന്താണെന്നറിയാത്ത മനുഷ്യർ ലോകത്ത് എവിടെയുണ്ട്. സ്വന്തം ജോലി എന്താണെന്നറിയത്തില്ല. കണ്ടോണം, ഒരു പാലം കയറി ഇറങ്ങുന്ന സീൻ ഒന്നുമില്ല അവിടെ. ഒരു പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ചെറിയ വണ്ടി എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് നിന്നോ കഴിഞ്ഞോ പോയാൽ തീർന്ന്. ഇവിടെയൊക്കെ ശരിക്കും സ്ഥിരമായിട്ടൊരാൾ വേണ്ടതാ, ഒരു ട്രാഫിക് അല്ലേ കൺട്രോൾ. അത് വേണ്ട സ്ഥലങ്ങളിൽ നിൽക്കത്തില്ല. പകരം അവർ പോയി വഴിയിൽ വളവിനൊക്കെ നിൽക്കും, പാത്ത് നിൽക്കും, ബാറിന്റെ സൈഡിലൊക്കെ പോയി പമ്പ് നിൽക്കുക. പോലീസിന്റെ പണികൾ ഈ നാട്ടില് എന്തൊരു നാണക്കേടാന്ന് നോക്കിക്കോണേ. ഇത് ശരിക്കും നാണക്കേടാ കേട്ടോ. ഇത് ഭയങ്കര നാണക്കേടാ, പറയാതിരിക്കാൻ. നാണം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. നാണം ഇല്ലായ്മ എന്ന് പറയുന്നത് അങ്ങ് ഭയങ്കര ഒരു കഴിവ് പോലെ അങ്ങ് ആയേക്കോ. നാണം ഇല്ലായ്മ, ഉളുപ്പില്ലായ്മ. എത്ര നേരമായി? 10:25 നോക്കട്ടെ. 10:26. എത്ര മിനിറ്റ് ആയെന്ന് അറിയാലോ? 8 മിനിറ്റ് വെറുതെ ആയിപ്പോയി. വണ്ടി ഒന്നും കാണുന്നില്ല ഇങ്ങോട്ട്. അങ്ങോട്ട് പോയി അതൊരു വണ്ടിയിലുള്ള ചെറിയ പ്രശ്നമാണ്. ഇത് കണ്ടോ? ഓവർടേക്ക് ചെയ്താൽ പണിയാവൂ. ശരിക്കും പറഞ്ഞാൽ ഓവർടേക്ക് ചെയ്ത് നടുക്കൊക്കെ കൊണ്ടിട്ട് കൂടുതൽ ബ്ലോക്ക് ഉണ്ടാക്കി ഇവിടെ അങ്ങ് അലമ്പാക്കണം. അതാ വേണ്ടത്.
എല്ലാവരും അങ്ങ് മര്യാദകേട്, ഒരുത്തിനും പോകരുത്. ഒരു ആംബുലൻസ് കിടന്നിട്ട് ഒന്നല്ല 2-3 പേര് മരിക്കുകയും കൂടെ ചെയ്താൽ ചിലപ്പോൾ ഇവർക്ക് മനസ്സിലാവും. അല്ലാതെ ഒരു കാരണവശാലും ഒന്നും മനസ്സിലാകത്തില്ല. കണ്ടില്ലേ ഓട ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയ സീൻ കണ്ടില്ലേ? ഒരു ഡ്രെയിനേജ് ക്ലീൻ ചെയ്യാൻ ഒരുത്തൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും മോങ്ങുന്നു, മേയറൊക്കെ ഒന്ന് മോങ്ങുന്നു നാണോ ഇല്ലാതെ. അത് കണ്ട് തൊട്ടപ്പുറത്ത് നിന്ന് പെണ്ണുമ്പിള്ള ചിരിക്കുന്നു. കാര്യം എന്താ, ഉടായിപ്പാന്ന് മനസ്സിലായി. എന്തിനാ ഇവിടെ കരയുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ശരിക്കും അവളതിനെ കരഞ്ഞത് മേയറാണ്. അത്രേ മേയർ സ്വന്തം ഉത്തരവാദിത്തം വേണ്ട രീതിയിൽ നിർവഹിക്കാൻ പറ്റുന്നില്ല. അതിനിടയിൽ വേസ്റ്റ് കൂമ്പാരങ്ങളും വേസ്റ്റ് ഒക്കെ പോടെ കൂടെ ഒഴുകി ഒരു മനുഷ്യനകത്തൊന്ന് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയേക്കുന്നത്. ഇതൊക്കെ എപ്പോൾ ക്ലീൻ ചെയ്യണ്ട? ഇങ്ങനെ വെള്ളം ഇവിടെ ഇപ്പോൾ കുറെ എണ്ണം ഉണ്ട്. ഈ എന്താ പറയാ, നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ പോയി നിൽക്കുക, അരുവി പോയി ചാടുക. ഇവരെല്ലാം ഈ മഴക്കാലത്ത് പോയി ചാടുന്ന ഒരു മണ്ടത്തരം കാണിക്കും. ഇവർ ഇങ്ങനത്തെ ഒരു സീസണിൽ പോകാൻ കൊള്ളാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് ചാവും കുറെ പേര്. അതൊക്കെ ഈ മണ്ടന്മാർ അങ്ങനെ ചെയ്യുന്നത്. ഇതാണോ നേരത്തെ ചെയ്യേണ്ട ഒരു പണിയാ? അതായത് വെള്ളം പൊങ്ങി കഴിഞ്ഞിട്ടല്ല ഇതിനടി ക്ലീൻ ചെയ്യാൻ ഒരാളെ ഇറക്കേണ്ടത് തന്നെ. അതിന് മുമ്പേ ഇത് ക്ലീൻ ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ വെള്ളം ഇവിടെ കെട്ടത്തുമില്ല, അത് പോയിക്കോളും. അപ്പൊ ഇങ്ങനത്തെ ഒരു മെയിൻ്റനൻസ് ചെയ്യാതെ അത് വെച്ചോണ്ടിരുന്ന് അവസാനം ഗതി കിട്ടപ്പോൾ തന്നെ വെള്ളം ഒഴുകി പോകുന്നൊക്കെ വിചാരിച്ചവരെയൊക്കെ മേയർ എന്നൊക്കെയാണോ വിളിക്കേണ്ടത്? അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട പദവികൾ ഇരിക്കുന്നവനൊക്കെ ഒന്നും എത്ര കൊല്ലമായി ഇവനൊക്കെ ഇതിനകത്ത് നിരങ്ങുന്നു, എന്നിട്ട് മനസ്സിലായിട്ടില്ല. ഇവർക്ക് അറിയത്തില്ല ഇവർക്ക് എന്താ ചെയ്യേണ്ടത്. ബാക്കിയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാം ഇവർ നടത്തുന്നത് ഒരു വർഷം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും അവരവരുടെ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന പരിപാടി നടത്തുന്നത് കണ്ടിട്ടില്ലേ? എന്തോരം പൈസ മുടക്കുന്നത്, ഒരുപാട് പൈസ. പക്ഷെ ഈ ഓട ക്ലീൻ ചെയ്യാൻ മാത്രം അവർ മറന്നുപോകും. അതെങ്ങനെ? അതും അല്ലെങ്കിൽ എന്തോ ഡ്രൈവർമാരെ എന്തോ ചേഷ്ട കാണിച്ചതൊക്കെ കണ്ടു. ഏതാ വണ്ടി ഇരുന്നപ്പോൾ പുറകെ ഇരുന്ന ഒരു ട്രാൻസ്പോർട്ട് ബസ്സിലെ ഡ്രൈവർ അങ്ങനെ കാണിച്ചതൊക്കെ ഇവർ കണ്ടു. പക്ഷെ അവരിതൊന്നും കണ്ടില്ല. എന്നിട്ട് അവിടെ നിന്ന് മോങ്ങി അന്യായ മോങ്ങലായിപ്പോയി. നാളെ ഇല്ലാത്ത ആൾക്കാരിങ്ങനെ അടുത്ത കേറ്റിക്കൊണ്ട് ബ്ലോക്ക് ആക്ക്. ബ്ലോക്ക് ആയില്ലേ, കുറച്ചുകൂടെ കേട്ട് അങ്ങോട്ട് കയറി ചെല്ല്. നിങ്ങളെ ആവുമ്പോൾ പിന്നെ കുഴപ്പമില്ല, നിങ്ങളെ പിന്നെ പോലീസ് ഒന്നും പിടിക്കത്തില്ല, റൈറ്റ് ബസ്സുകാരായതുകൊണ്ട്. ബാക്കിയുള്ളവരെല്ലാം കയറി ചിലപ്പോൾ പ്രശ്നമാവും. സെയിം തോമസ് എന്തുവാണ് കയറ്റി അങ്ങോട്ട് ബ്ലോക്ക് ആക്ക് കുറച്ചും കൂടി. നിങ്ങൾ എന്ത് വേണം നോക്കി, ഇത്ര നേരമായെന്ന് കണ്ടല്ലോ അല്ലേ? ഏതെങ്കിലും ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കാണുന്ന എവിടെയെങ്കിലും. ഇതും പന്ന വഴിയായി, ഇത് റോഡ് ഭയങ്കര കുഴിയായി, പാലത്തേലങ്ങ് കുഴികളാ. ചിലപ്പോൾ എല്ലാം കുഴിക്കകത്ത് വീണ്. ഇന്നലെ ഒരു ഓട്ടോ കഴിഞ്ഞ ദിവസം നിന്നുപോയി. അപ്പോൾ അവിടെയാണ് കുഴപ്പമുണ്ടായത്. എന്നിട്ട് 1 മണിക്കൂർ ഇവിടെ കിടക്കേണ്ടി വന്നു. ഇപ്പൊ നോക്കിയേ, ടൈം നോക്കിയേ എത്രയാണ്? 10 മിനിറ്റ് കഴിഞ്ഞു. 10 അല്ല, 18 മുതൽ 29 വരെ. ഒന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് വലിയ സംഭവം ഉണ്ടായിട്ടില്ല. അല്ല, വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെന്നേ ഉള്ളൂ. ഇത് അത്ര പീക്ക് ടൈമും അല്ലെന്ന് ഓർത്തണേ. 10:30 അത്ര ബിസി അവേഴ്സ് ഒന്നും അല്ല. എന്നിട്ട് പോലും ഇതാണ് അവസ്ഥ. അപ്പോഴും അവിടെ ആളില്ല. ഒരു 9 മണി മുതൽ ഇവിടെയൊക്കെ ആള് വേണ്ടേ, ട്രാഫിക് പോലീസ് വേണ്ടേ? അല്ലാതെ ഞാൻ ഈ പറഞ്ഞ ബാറിന്റെ മുന്നിലും വളവിനൊക്കെ നിന്ന് പൂതിച്ച് കാശുണ്ടാക്കാൻ, പോക്കറ്റ് അടിക്കുക, കാശുണ്ടാക്കുന്നില്ല, പോക്കറ്റ് അടിക്കാനും പിടിച്ചു പറിക്കാനും അല്ലാതെ പണി ചെയ്തുകൂടെ? പണി ചെയ്ത് ജോലി ചെയ്ത് ജീവിച്ചൂടെ? പോക്കറ്റ് അടിക്കാൻ പിടിച്ചു പറിയാണ് ജോലി എന്ന് മനസ്സിലാവും ഇവർക്കിത്. ഇത്രയും ആളുകൾ ദുരിതത്തിൽ തന്നെയാണ്. ഈ വഴി കുന്നാത് കുഴി, ഇതിനകത്ത് പോകുന്നതിന് ഇങ്ങോട്ട് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ വേറാൻ്റെ ഇത് കണ്ടോ, കുഴിയാ മൊത്തം. ഇവിടെ ഒന്നുമല്ല. ആ ചേർത്തല അരൂർ റൂട്ടാണ് സൂപ്പർ. അവിടെ അത്രയും വലിയൊരു പാലം പണി നടക്കുവാണ്. അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ വലിയൊരു നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുക ജനങ്ങൾക്ക് മൊത്തത്തിൽ. അത് പെട്രോളിന്റെ കാര്യത്തിലാണെങ്കിലും വണ്ടിയുടെ മെയിൻ്റനൻസിന്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ വീണും മരിച്ചവരുടെ അപകടം പറ്റിയവരുടെ ഒക്കെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞുണ്ടല്ലോ, ഈ പാലം പണിയുന്നതിനേക്കാൾ കൂടുതൽ കോടികളുടെ നഷ്ടം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒരു സൈഡിൽ ഒരു കുണച്ച വഴി ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് അത് നല്ല വീതിയുണ്ട് വഴിക്ക്, പക്ഷെ അത് മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല. ആദ്യം ഈ വഴി ശരിയാക്കിയിട്ട് വേണം പണി തുടങ്ങാമെന്നാണ് നിയമം. പക്ഷെ അത് നടന്നിട്ടില്ല. ഇതിപ്പോ ഇത് വല്ല കോൺഗ്രസ് വല്ല ഭരിക്കുന്നെങ്കിൽ ഇന്ന് അവിടെ കമ്മ്യൂണിസ്റ്റുകാർ എന്നൊന്നുമില്ല, സമരം ചെയ്ത് ഇതിന് പ്രതിപക്ഷവും ഇല്ല, ഒന്നുമില്ല. ഇവരാണ് പാർട്ടിക്കാർക്കെതിരെ ഒന്നും പറയത്തുമില്ല. പാർട്ടി ഇവിടുത്തെ പ്രശ്നം അതാ, ഭയങ്കര സംഭവമാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ആരും ഇവിടെ സമരം ചെയ്യുന്നതോ അല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഒരു പാർട്ടി വേറൊരു പാർട്ടി എതിർക്കും എന്നുള്ളതല്ലാതെ സത്യമായി എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാർ ഭരിക്കണം, കമ്മ്യൂണിസ്റ്റുകാർ പ്രതിപക്ഷത്തിരിക്കണമെന്നാണ് തോന്നുന്നത്. ഇതുപോലത്തെ പരിപാടി ഒന്നും നടക്കത്തില്ല. പിന്നെ അതൊന്നും ഇല്ല. ഡിവൈഎഫ്ഐക്കാരൊക്കെ ഇറങ്ങി എന്തെങ്കിലും സമരമൊക്കെ ചെയ്ത് അടിച്ചു പൊളിച്ച് അവിടെ റോഡ് ഉപരോധിച്ച് പരിപാടി സെറ്റാക്കി കൈ കൊടുത്തത്. ഇതിപ്പോ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത പോലെ. അവിടെ കണ്ട് ബൈക്കും കൊണ്ടിരുന്ന് കളിക്കുന്നുണ്ട്, അത് കാണാൻ പറ്റിയില്ല. ഇനി ബൈക്ക് കാരണമാണ് ഇത്രയും വലിയ ബ്ലോക്ക് ഉണ്ടായത്. ഏതാണ്ട് കിടക്കുന്നുണ്ടോ, എന്തോ പറ്റി വീണെന്ന് തോന്നുന്നു. അവിടെ കുഴിക്കകത്ത് വീണ് കയ്യും കാലും ഒക്കെ ഒടിഞ്ഞ് എത്ര പേര് ആശുപത്രി കിടപ്പുണ്ടെന്ന് നോക്കി അറിയാം. ഇവരുടെ അന്തസ്, ഇവിടുത്തെ പ്രബുദ്ധ മലയാളിയും വലിയ 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 പദവികളിൽ ഇരിക്കുന്ന ഓഫീസർമാരും ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ളവർ, അവരുടെയൊക്കെ ഒരു ജാടയും കോഴ്സൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഇമാർ ഇത് ഞെളിഞ്ഞ് നടക്കുന്നത് ഉളുപ്പില്ലാതെ. എന്ത് കണ്ടില്ലേ കിടക്കുന്നത്? ഭയങ്കര കൊച്ചിയാ. ഇതോടെ എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു റോഡും കൂടെ ആകട്ടെ ഇത്. അങ്ങനെയും കൂടെ മനസ്സിലാക്കണം. അത് തന്നെയാണ് അരൂരും ചേർത്തല റൂട്ടും. ഒരുപാട് മനുഷ്യർ എല്ലാ ദിവസവും ഈ മനുഷ്യർക്കുണ്ടാകുന്ന ഈ ബൈക്കൊക്കെ പോകുമ്പോൾ ഇതിനകത്ത് ചാടിയും ഒലഞ്ഞും ഉണ്ടാകുന്ന നടുവിന്റെയും ആങ്കിളിന്റെയും ഈ പെടലിയുടെ ഒക്കെ പ്രശ്നങ്ങൾ
ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് ഡിസ്കംഫർട്ടാണ്, അല്ല എന്തോരം രോഗങ്ങൾ ഉണ്ടാക്കുന്നു. എന്താ പറയുക, നടുവിന് നട്ടല് പൊടിയത്തില്ല ഇതിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ണിയാകുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്ന ഇതുകൊണ്ടാണ്, മനസ്സിലായി. പിന്നെ വണ്ടികൾ ഇതിനകത്ത് ചാടി അതിന്റെ ലോക്ക് അബ്സോർവറും പോയി ടയറും പോയി, ഇത് കണ്ടു പോകുന്നത്. ഇതിനകത്തൂടെ പോകണമെന്നുണ്ടെ മറ്റേ ഹമ്മറൊക്കെ വേണം, താറൊന്നും പോരാ. ബസ്സൊക്കെ കൂളായിട്ട് പോകും കേട്ടോ. ഇത്രയും കുഴിക്കകത്തൂടെയും ഗട്ടറിനകത്തൂടെ ഒക്കെ ഹൈ റിസ്ക് എടുത്ത് ഒരു മനുഷ്യൻ ജോലിക്ക് പോകുമ്പോൾ അയാൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കണം ഈ ഗവൺമെന്റ്. ഈ റോഡിൽ കൂടെ പോകുന്നതിന് ഇത്ര രൂപ തരാം, ടോൾ എന്നുള്ള മാറ്റി വേറെ ആൾക്കാർക്ക് ഒരു ടോൾ പ്ലാസ ഉണ്ടാക്കി വെച്ചിട്ട് ഇതുവഴി പോകുമ്പോൾ 10 രൂപ വെച്ച് തന്നുകൊണ്ടിരിക്കും. കാരണം ഇതുവഴി ഓരോ പ്രാവശ്യം പോകുമ്പോൾ അയാൾക്ക് നടുവിനും നട്ടലിനും ഒക്കെ ക്ഷത വെക്കുന്നില്ലേ, എന്തോ ചുമ്മാ ആണോ? അയാൾക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടോ ഇതിനകത്തോട് ഇത്ര ശ്രദ്ധിച്ച് ഓടിക്കണം, അവിടെ തിരിക്കണം, വളയ്ക്കണം, ഓടിക്കണം, ഇച്ചിരി തെന്നി പോയാൽ വീഴാൻ സാധ്യത, അത്ര റിസ്ക് എടുക്കുന്നതിന് കാശ് കൊടുക്കണ്ടേ? ഇവിടെ ടോൾ വെക്കണം, എന്നിട്ട് അങ്ങോട്ട് പൈസ കൊടുക്കണം ഇതുവഴി നിങ്ങൾ പോകുന്നതിന് നഷ്ടപരിഹാരം. അതല്ല അതിന്റെ അന്തസ് മാന്യത. അതെന്താ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ അല്ലേ? നമ്മൾ അങ്ങോട്ട് പോക്കറ്റ് അടിക്കാനും പിടിച്ചു പറിക്കാനിരിക്കുന്നവരായതുകൊണ്ട് നമുക്ക് ആകെ അറിയാവുന്നതാണ് പിടിച്ചു പറി മോഷണവും പിടിച്ചു പറി പോക്കറ്റടി. അയ്യേ, ഇത് കാണും. ഇതിപ്പോ എത്ര മിനിറ്റ് ആയി? എത്ര 1/2 കിലോമീറ്ററേ ഉള്ളത്. 1/2 കിലോമീറ്റർ ഇല്ല. 1 കിലോമീറ്റർ വേണം. 1/2 കിലോമീറ്റർ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. 1 കിലോമീറ്ററോളം ഉണ്ടാവും ചിലപ്പോൾ. പിന്നെ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 40 ആണ് കേട്ടോ. അതിക്കുള്ള ആരും പോകരുത്. നന്ദി മരട് സദാ നഗരസഭയുടെ നന്ദി. ഫ്ലാറ്റൊക്കെ പൊളിച്ചത് ഇവിടല്ലേ? അതൊക്കെ എന്ത് ഊർജ്ജമായിരുന്നേ. ഓഹ്, അതങ്ങോട്ട് പൊളിക്കാൻ കാണിച്ച ആ ഒരു സാധനമൊക്കെ ഓർക്കുന്നുണ്ടോ എല്ലാവരും? ഇങ്ങനെ ഓരോന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാണല്ലോ ഭയങ്കര. ഇത് കണ്ട വഴി കിടക്കുന്ന കേട്ടപ്പോ ഇത് വഴി തന്നെയാണ്. ഇത് ഓഫ് റോഡിങ്. ഓക്കെ, ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ്. നന്ദി മരട് മുനിസിപ്പാലിറ്റി ഈ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് എന്നും. കുഴിക്കകത്ത് കുഴിഞ്ഞങ്ങ് പോയോ? ഇന്ന് താഴെ വെള്ളമാ, കുഴിഞ്ഞ് താഴെ പോയോ ആവോ? ഇതൊക്കെയാണ് അവസ്ഥ. നമ്പർ 1 ആകട്ടോ. നമ്പർ വൺ കൊച്ചിയാ. നമ്പർ 1 കൊച്ചി. ഇത് ശരിക്കും മെയിൻ്റെനൻസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം പ്രശ്നമായി കിടക്കുന്ന റോഡാണ് ഇത്. പാലത്തിന്റെ അടിയിൽ എന്താണോ ഈ പാലമാണോ മറ്റേ ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞ് 4 കമ്പി നിൽക്കുന്ന പാലം? ഇനി കിടക്കുക നോക്കട്ടെ. സ്പീഡായിട്ടുണ്ട്. പാലത്തെ നിന്ന് ഇറങ്ങാൻ പറ്റി. അപ്പോഴത്തേന് 10:37. ഇനി കണ്ടോണം, ബാക്കി കണ്ടോണം. ഇനി ഒരു പാലം കൂടെ ഉണ്ട്. അവിടെ എന്താവും അവസ്ഥ? മരട് നെക്സ്റ്റ് സെക്കൻഡ് പാലം മരട്. എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നവരല്ലേ അല്ലേ? എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുന്നവരല്ലേ? ജോലിക്ക് പോകുന്ന മനുഷ്യനെ ഇത്രയും ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. ജോലിയും പണിയൊന്നും ഇല്ലാതെ കണ്ടവന്റെ കാശ് നക്കി തിന്ന് ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലായിരിക്കും. എന്നാൽ ഈ പോക്കറ്റടിക്കാർക്കും ഈ പിടിച്ചുപറിക്കാർക്കും ഒന്നും ഇത് മനസ്സിലാകത്തില്ല. കാരണം ഓരോരുത്തർ ജോലിക്കൊക്കെ അല്ലേ പോകുന്നത്. നമ്മൾ ചെയ്യുന്ന അതല്ലല്ലോ. നമ്മുടെ പണി ഇവരുടെ ജോലി ചെയ്തിട്ട് അതിനകത്തൊന്ന് നക്കാപ്പിച്ച പറ്റി അവനെ ഊമ്പിച്ച് എങ്ങനെ തിന്ന് മുടിച്ച് ജീവിക്കാമെന്ന് ആലോചിച്ച് ജീവിക്കുന്നവർക്ക് മനസ്സിലാവണമെന്നില്ല ഇത്. കാരണം അവർ ഈ സമയത്ത് കണ്ടില്ല, അവരിവിടെ ഇല്ലെന്ന്. പോലീസുകാരും ഇല്ല, നിയമപാലകരെന്ന് പറയുന്നതോ എന്തോ ഇത്. അവരാരെയും ഞാൻ കണ്ടില്ല. നിങ്ങൾ ഇവിടെ വീഡിയോ ഫുള്ളുണ്ട്. എവിടെ ഇവര്? വെറുതെ കിടക്കാൻ തുടങ്ങി. ഇങ്ങനെ നിഴയ വണ്ടി. ഇങ്ങനെ ഇഴയുന്ന വണ്ടിക്കകത്ത് സീറ്റ് ബെൽറ്റ് ഒന്നും വേണ്ടല്ലോ അല്ലേ? ഇങ്ങനെ പോകുന്ന വണ്ടിക്കകത്ത് സീറ്റ് ബെൽറ്റ് 6 km/h ആണ്ടെടുത്ത് നിന്നുപോയി. അത് മഴ, മുടിഞ്ഞ മഴയത്താന്ന് ഓർത്തണം. എന്തോരം കഷ്ടപ്പാടാ. ഓൾറെഡി ഇവിടെ കഷ്ടപ്പാടാ. ഇവർ ഈ പുക പരിശോധിച്ചതിന് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഫൈൻ അടയ്ക്കാൻ പരിപാടിയൊക്കെ ചെയ്യത്തില്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ പുക, ഈ പൊല്യൂഷൻ, ഈ വണ്ടികൾ ഇങ്ങനെ പുകച്ചു തള്ളുന്ന റോഡിൽ വെറുതെ കിടക്കുമ്പോഴും കൂടെ അല്ലേ? അതെന്താ മനസ്സിലാകാതെ? അല്ല, ഇങ്ങനെ വെറുതെ വണ്ടി റോഡിൽ കിടക്കുന്നു. ഈ റോഡിന്റെ ബുദ്ധിമുട്ട് കാരണം 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ട വണ്ടി 3 മണിക്കൂർ എടുത്താലും എത്തുന്നില്ല. ചിലപ്പോൾ ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ വീണ്ടും 4ാമത്തെ മണിക്കൂറിലേക്ക് നീങ്ങുന്നുണ്ട്. അത് എപ്പോഴും എല്ലാ വണ്ടിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് കേരളത്തിൽ പല റോഡുകളും അങ്ങനെ തന്നെയാണ്. എത്ര റോഡുണ്ടെന്ന് ഈ നാട്ടുകാർ മൊത്തം വീഡിയോ എടുത്തിട്ട് മനസ്സിലാവും. ഇതിപ്പോ ഈ റോഡിൽ ഇത്രയും നേരം ഇത്രയും വണ്ടി കിടന്നു, ഒരു കാര്യമില്ല, വെറുതെ കിടക്കുക. അത്രയും പൊല്യൂഷൻ അല്ലേ? അപ്പൊ ഈ പുക സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്ത് കാണിക്കുന്ന ഈ ഒരു നാടകം എങ്ങനെ ഇരിക്കുന്ന നാടകം? ഇത് വഴി കിടക്കുന്ന വണ്ടികൾ ഇങ്ങനെ ചുമ്മാ കിടക്കുക ബ്ലോക്കായിട്ട്. അപ്പോൾ ട്രാഫിക് പോലീസ് ഇല്ല അത് കൺട്രോൾ ചെയ്യാൻ. പക്ഷെ പുക പരിശോധിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടോ നോക്കി അത് പിടിച്ചിട്ട് ഫൈൻ അടിക്കാൻ വരും. അതാ ഞാൻ പറഞ്ഞ പോക്കറ്റടി അറിയത്തുള്ളൂ. ഇത് മനസ്സിലാവുന്നുണ്ട് ഇവർക്കൊക്കെ. എനിക്കറിയത്തില്ല ഇവർക്ക് മനസ്സിലാവാത്ത എന്താണ്. ഇത്രയും മണിക്കൂറുകൾ റോഡിൽ വണ്ടി കിടക്കുമ്പോൾ പൊല്യൂഷൻ ഉണ്ടാകുന്നില്ലേ? അതെന്ത് പുക പരിശോധിച്ചിട്ട് എന്ത് കാര്യം? കാരണം അതിന് ആവശ്യമില്ലാതെ കുറെ നേരം പെട്രോളും കത്തി, അത്രയും പെട്രോൾ വേസ്റ്റ്, ഫ്യൂവൽ വേസ്റ്റ് ആവുക ചെയ്യുന്നത്. ഐഡിയലായിട്ട് കിടക്കുക വണ്ടികൾക്കും നാശം, പ്രകൃതിക്കും നാശവും ദുരന്തം ഉണ്ടാക്കുന്ന എന്നും നടന്നുകൊണ്ടിരിക്കുന്ന എപ്പോഴും. മനസ്സിലായില്ലേ? ഇപ്പൊ 1-2 വണ്ടിക്കകത്ത് ചെറിയ രീതിയിൽ ഒരു പുകയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സംഭവിക്കുന്ന അത്രയും പൊല്യൂഷൻ ഒന്നും അല്ല ഇത്. അതിനൊന്നും ഇല്ല. അതൊന്നും മനസ്സിലാകാത്തോണ്ടായിരിക്കും. അതൊന്നും അറിയത്തില്ല. എങ്ങനെ ഇതൊക്കെ എങ്ങനെയാ ചിന്തിക്കുന്നത്? അങ്ങനെയൊക്കെ ചിന്തിക്കാവോ നമ്മൾ അല്ലേ? നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പിന്നെയും പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ചിട്ട് പെറ്റി അടിക്കുക എന്ന് പറഞ്ഞാൽ പോക്കറ്റ് അടിക്കുക. ഏകദേശം 2 വാക്കുകളും സിമിലറാ. ഈ വഴിയിലൊക്കെ കൂടി ഇത്രയും ഇങ്ങനത്തെ ഒരു കുണ്ടും കുഴി ഇവിടെ കുഴിയുണ്ട്. യാത്ര ചെയ്യുമ്പോൾ പതുക്കെ ഓടിച്ച് എല്ലാം ഫസ്റ്റ് ഗിയറിലല്ല ഫുള്ള് അത്രയും ഫ്യൂവലും കത്തിച്ച് ഇങ്ങനെ പോകുമ്പോ നിൽക്കുന്നുണ്ടോ മനുഷ്യര്? അവര് ഒരു പോലീസുകാരനെ കണ്ടോ? ഇത്രയും വണ്ടി ഇവിടെ ബ്ലോക്ക് ആയിട്ട്
ഒരു പോലീസുകാരനെ കാണുന്നില്ലെന്ന് ഇവരെവിടെയാ എനിക്കറിയത്തില്ല. ഈ മരട് സ്റ്റേഷനിലെ പോലീസുകാരൊന്നും ഇവിടെ ഇല്ലേ? എല്ലാവരും എവിടെയെങ്കിലും പോയോ? ടൂർ പോയേക്കുവാണോ? മഴയൊക്കെ ആയതുകൊണ്ട് അകത്ത് കയറിയിരിക്കുവാണോ? നോക്ക്, ഇത്ര നേരമായി നോക്കി 42 10 ആ ഒരു ഇച്ചിരി ഗ്യാപ്പാന്ന് ഓർത്തോണം. അവിടെ ഒരു പോലീസുകാരനവിടെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിലും ബെറ്റർ ആയിട്ട് ആൾക്കാർ പോയേനെ. അല്ല, അത് അങ്ങനെ വിടാനുള്ള എന്തെങ്കിലും കാര്യം കാണിക്കണം. അല്ല ക്യാമറ കൊണ്ട് ഫിറ്റ് ചെയ്ത് കൊണ്ടൊന്നും കാര്യമില്ല. ക്യാമറ ഫിറ്റ് ചെയ്യുന്ന എന്തിനാ? അപ്പോഴും ഈ പറഞ്ഞ തെണ്ടിത്തരം കാണി പോക്കറ്റ് അടിക്കാനും പിടിച്ചു പറിക്കാനും അല്ലേ? ഇതെന്താ ഈ പോക്കറ്റ് അടി പിടിച്ചു പറി ഇത്രയ്ക്ക് അങ്ങോട്ട് കാര്യമായിട്ട് എടുക്കുന്നത്? അയ്യോ, ഞാൻ തിരിച്ചു വരുവാ, അപ്പോഴും ബ്ലോക്ക്, ഇപ്പോഴും ഒറ്റ ട്രാഫിക് പോലീസുകാരെ അങ്ങോട്ട് പോയപ്പോഴും കണ്ടിട്ടില്ല, ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണത്തുമില്ല. പക്ഷെ അപ്പുറത്തൊരിടത്ത് പെറ്റടിക്കാൻ നിൽക്കുന്നുണ്ട്, മറ്റേ പോക്കറ്റ് അടിക്കാറുണ്ടോ? അതിനെ ഞാൻ കാണിക്കാൻ അവരെ പിന്നെ അതിന്റെ പുറകെ വല്ലതും ചെന്നിട്ട് വലിയ ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന അധികാര സ്ഥാനം അലങ്കരിക്കുന്ന ഏതെങ്കിലും മഹാൻ വന്ന് ചിലപ്പോൾ ആ പാവപ്പെട്ട പോലീസുകാരന്റെ മണ്ടയ്ക്ക് കയറും. ഒരാൾ പോകുന്നു, ഇയാൾ എന്ത് ഇതിനകത്ത് പെടുന്ന ആളാന്ന് എനിക്കറിയത്തില്ല. ഒരു പാവ മനുഷ്യൻ, ഒരു വോക്കി ടോക്കി ഉണ്ട്, കൈ കാണിക്കുന്നുണ്ട്, ടാറ്റ കാണിക്കുക, അതിലും നല്ല അതാ കാണുന്നവരൊക്കെ. അതും പ്രായമുള്ളൊരു മനുഷ്യൻ, അയാളെ പിടിച്ച് നിർത്തിയേക്കുക. ഇവിടെ ഈ ബ്ലോക്ക് ഉണ്ടായിടത്തുണ്ടായ പൊല്യൂഷന് ആരാ ഉത്തരവാദി? ഈ പുകയൊക്കെ പരിശോധിച്ചിട്ട് എന്ത് കാര്യം? പുക പരിശോധിക്കാൻ എടുക്കരാ, പക്ഷെ ഇതിനകത്തുണ്ടാകുന്ന പൊല്യൂഷൻ അവർക്ക് മനസ്സിലാകത്തില്ല. ഇത് ട്രാഫിക് പോലീസിന്റെ പിഴ, എന്താ പറയണ്ടേ, അനാസ്ഥ, ഇത് ഫെയിലറാ ഈ കാണുന്നത്, ഇങ്ങനെ കിടക്കുന്നത്. അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടെ റോഡിന് കുഴി, മുടിഞ്ഞ കുഴിയുള്ള റോഡിൽ കൂടെ ഇത്രയും കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നവർക്ക് ഈ പാലത്തിന്റെ ഇപ്പുറത്തുനിന്ന് ഓരോരുത്തർക്കും 10 രൂപ കൊടുക്കണം. അത്രയും കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നവരെ കൺസിഡർ ചെയ്യേണ്ടത് നിങ്ങളുടെ പരാജയത്തിനകത്തൂടെ യാത്ര ചെയ്ത് ജോലിക്ക് പോകണമെന്ന്. ടോളിനകത്ത് പിരിക്കുന്ന എന്തിനാ? അവിടെ ഒരു പുതിയ റോഡ് പണിതു, പുതിയ റോഡങ്ങ് പണിത് അതിന്റെ കറക്റ്റ് പൈസ പിരിച്ചെടുക്കും. എന്നിട്ട് കുളമായി കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണ്ടേ? മെയിൻ്റെനൻസ് ചെയ്യാത്തതുകൊണ്ടല്ലേ. ആ മെയിൻ്റെനൻസ് ചെയ്യാൻ ഞങ്ങൾക്ക് പൈസ ഇല്ല, തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയണമല്ലേ? ഏത് നിങ്ങൾക്കുണ്ടാകുന്ന വേറെ എൻ്റെ ഉണ്ടല്ലോ, വണ്ടിക്കും മനുഷ്യനും. പിന്നെ ഇതിനകത്ത് വീണ് കൈയും കാലും ഓടിക്കുന്നവരും ഒക്കെ എന്തോരം നഷ്ടമാണെന്ന് ഓർത്തോണേ. ഞാൻ നോക്കിയിട്ട് ഈ പോലീസുകാരൊക്കെ വേദം വല്ല ഇവിടുത്തെ നാടൻ പട്ടിയൊക്കെ ട്രെയിൻ ചെയ്ത് ഇവിടെ നിർത്താൻ കഴിയില്ല. അവരിവിടെ കാണുമൊന്നും ഇല്ലെങ്കിൽ ഈ ഇവന്മാർ ഇവിടെ നിൽക്കുന്ന ഈ ഊളകൾ, ഈ വായും പൊളിച്ച് നിൽക്കുന്ന കുറെ പോലീസുകാരുണ്ട്. അവർ ചെയ്യുന്ന പണിക്ക് ശരിക്കും പറഞ്ഞാൽ പട്ടിയെ ട്രെയിൻ ചെയ്യണ്ട, കൊണ്ടൊന്ന് കെട്ടിയിട്ടാൽ മതി. ഇങ്ങനെ നോക്കി നിൽക്കാനാണെങ്കിൽ അത് കുറയ്ക്കുമെങ്കിലും ചെയ്യും. ഇത് അതും ചെയ്യത്തില്ല, വായും പൊളിച്ച് നിൽക്കുക. കുറെ എണ്ണം വന്ന് നിൽക്കും റോഡ് സൈഡിലൊക്കെ. ഞാൻ നോക്കിയിട്ട് പട്ടി അങ്ങനെ ട്രെയിൻ ചെയ്യണം. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നാടൻ പട്ടികളെല്ലാം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല, പിടിച്ചുവരെയും ബലാത്സംഗം ഒന്നും നടക്കത്തില്ല. 24 hours അവർ അലേർട്ടായിരിക്കും. ഒരു ഏരിയയിലെ പട്ടികൾ, ഒത്തിരി പട്ടികൾ, എല്ലായിടത്തും പട്ടികൾ ട്രെയിൻ ചെയ്യുക. എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുക, തല്ല് കണ്ടാൽ ഇടപെടുക. പോലീസുകാർ ഇടപെടുന്നതൊക്കെ നന്നായിട്ട് ഇടപെടും. പോലീസുകാർ അടിയൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്ത് കാണിക്കുന്നുണ്ടല്ലേ, വന്ന് നിന്ന് ഞോണ്ടുകയും ചിക്കുകയും ഒക്കെ ചെയ്യും. അതേസമയം വല്ലവരും ഒന്ന് എന്തെങ്കിലും ഒന്ന് ചോദിക്കുക പറയുക ചെയ്താൽ അവൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ ഭയങ്കര എടുക്കുക. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ നെഞ്ചത്ത് കയറുന്ന കാണാൻ ഭയങ്കര രസമാണ്. വലിയ അടിയൊക്കെ കാണുന്ന ഇവർ പോയിട്ട് അപ്പുറത്തോട്ട് ചെന്ന് മാറാം, അങ്ങോട്ട് മാറാന്ന് വേണം നിൽക്കും. ആൾക്കൂട്ടം കണ്ട പേടിയോ. അതേസമയം അടി ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, 2-3 പേര് തമ്മിൽ തല്ലുണ്ടാക്കിയ പട്ടികൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇമാര് തന്നെ നിർത്തിക്കോളും. പട്ടി കടിച്ച് 2 പേരും കടിക്കും. അതാണ് അതിന് ട്രെയിനിങ് കൊടുത്തേക്കുന്നത്. നമ്മൾ പിന്നെ പേട് ഇഞ്ചക്ഷൻ കൃത്യമായിട്ട് എടുക്കേണ്ടി വരും. ഈ പൊട്ടന്മാരെ തീറ്റി പോരുന്നതിനേക്കാളും കൂടുതൽ ലാഭമായിരിക്കും ആ കച്ചവടം, ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിൽ അങ്ങനത്തെ പട്ടികളെ കാണാവൂ. പിന്നെ സ്ട്രീറ്റ് ഡോഗ്സ് എന്ന് പറയാൻ പാടില്ല, ഗവൺമെന്റ് സർവൻസ് ആയിരിക്കും, പോലീസുകാരെ പോലെ. എന്നിട്ട് അവരുടെ ബ്രീഡിങ്ങും എല്ലാം കറക്റ്റായിട്ട് നടക്കും. നല്ല ബ്രീഡ് പട്ടികളുണ്ടാവും. എല്ലാ ജംഗ്ഷനിലും ഇങ്ങനെ പട്ടികളാണ്. എല്ലാ പോലീസ് സ്റ്റേഷൻ്റെ അണ്ടറിൽ ഇത്ര പോലീസുകാരുടെ എണ്ണം എന്നിട്ട് കുറയ്ക്കണം. അപ്പൊ അത്രയും ചിലവ്, ആ ഒരു പോലീസുകാരന് അത്രയും ചിലവ് വരുന്നില്ല. 10 പട്ടി വളർത്തുക ആ സമയത്ത്. ആ 10 പട്ടി ഈ ഒരു പോലീസുകാരനെക്കാളും ഗുണം ചെയ്യുകയും ചെയ്യും. ഗുണം ഉറപ്പായിട്ടും ചെയ്യും. കാരണം ഞാൻ പറഞ്ഞില്ല, മോഷണം നടക്കത്തില്ല, സമ്മതിക്കത്തില്ല മോഷ്ടിക്കാൻ. രാത്രി ഒരു പരുവം കഴിഞ്ഞ് വീടിന്റെ മതിൽ ആടി കയറുകയോ ശബ്ദം കേൾക്കുകയോ ചെയ്താൽ പട്ടികൾ ഓടിച്ചിട്ട് പിടിച്ച് കടിച്ച് പറിക്കും. അതായിരിക്കണം ട്രെയിനിങ്. ഇനി ഇവര് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ CCTV, ഇവർ വേറെ ആൾ ഫുഡ് കൊടുത്താൽ തിന്നരുത്. ഇത്രയും ട്രെയിൻ ചെയ്താൽ അതിന് 6 മാസം മതി. ഇവൻ ഒരുത്തൻ പോലീസുകാരൻ പഠിക്കുന്നത് 10-25 വർഷം പഠിച്ചിട്ടാണ് ഇവൻ ഈ ജോലിക്ക് കയറിയിരിക്കുന്നത്. എന്തിന് 6 മാസത്തെ ട്രെയിനിങ് മതി? ഇവിടുത്തെ ക്രൈമാണ് നിർത്താൻ പറ്റുന്നത്. ഒരുത്തനെ ബലാത്സംഗം ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലൊന്നും ബലാത്സംഗം നടക്കത്തില്ല. കാരണം മലർച്ചേട്ട പട്ടി എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, പറന്നു വരും. പോലീസുകാർ വരും അത്രയും പെട്ടെന്ന്. അങ്ങനെ ട്രെയിൻ ചെയ്താൽ വലിയൊരു പ്രൊജക്റ്റ് ആക്കി വേണം ലോകത്തിന് മാതൃകയാക്കാം. കേരളത്തിൽ അത്രയും നാടൻ പട്ടികൾ വെറുതെ ഉപദ്രവിക്കുന്നുണ്ട് ആൾക്കാർ. അതിനെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യും. എന്നാൽ ഈ മനുഷ്യനേക്കാൾ ഭേദമാണ്, ഉറപ്പാ. ഈ നടക്കുന്ന മനുഷ്യർ ജോലിക്കാരാ, ഉത്തരവാദിത്തപ്പെട്ടവരാ, മറ്റേ പോലീസുകാരാണ് നടക്കുന്നതിനേക്കാളും ഭേദം. കാരണം പോലീസുകാരെ കൊണ്ട് ക്രൈം തടയാൻ പറ്റുന്നില്ല ഇപ്പോഴും. ശരിക്കും ഇപ്പൊ ഇവിടെ ചെറുത്തിനെ അടിക്കണമെന്ന് തോന്നി ആർക്ക് വേണേൽ അടിക്കാം, മനസ്സിലായോ? ഒരു ജംഗ്ഷനിൽ വന്നിട്ട് അടിക്കണമെന്ന് തോന്നി അടിക്കാൻ പറ്റും. പോലീസിന് തടയാൻ പറ്റത്തില്ല, പക്ഷെ പട്ടിക്ക് അത് തടയാൻ പറ്റും. അല്ലെ പോക്കറ്റ് അടി, അടിച്ചോണ്ട് ഓടി ഒരുത്തിനെ പിന്നെ അതിനെ തപ്പി പിടിക്കുന്ന സമയം ചിലപ്പോൾ കിട്ടിയില്ല അങ്ങനെ തന്നെ. അപ്പോൾ ഒരു പെണ്ണിന്റെ ഒരു പേഴ്സ് കുറച്ചുകൊണ്ട് കൊടുക്കുന്നു, മറ്റേ വില്ലന്മാരെല്ലാം കൂടെ വന്നിട്ട്. അപ്പോൾ നായകൻ വന്ന് രക്ഷപ്പെടുത്തത്തില്ലേ? അതിന്റെ ആവശ്യമില്ലെന്നേ. അപ്പോൾ അവിടെ നിന്ന് ആ പെണ്ണൊരു അലർച്ച ഇറങ്ങുമ്പോഴത്തേക്കിന് പട്ടികൾ ഓടി വരുന്നു. അല്ലെങ്കിൽ ആ ഓടുന്നതിന്റെ പുറകെ പെണ്ണ് ഓടുന്നു. അതിന് കോഡുകൾ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നു. ഒരാൾ ഓടി പുറകെ ഓടുമ്പോൾ പട്ടിക്ക് കമാൻഡ്സ് പറഞ്ഞു കൊടുക്കണം. ക്യാച്ച് എന്ന് പറഞ്ഞാൽ ആ മുന്നേ ഓടുന്നതിനെ പട്ടി ക്യാച്ച്. അത്രയേ ഉള്ളൂ. ഇത് വലിയ ആന ബുദ്ധിയൊന്നും വേണ്ട ഇത് പഠിപ്പിക്കാനൊന്നും. ഇവിടുത്തെ ഡോക്ടറിനെ വിചാരിച്ച എല്ലാ പട്ടിയും പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ചെറിയ കമാൻഡ്സ്, വലിയ പരിപാടിയൊന്നും നടക്കത്തില്ല. സ്വർണ്ണക്കടത്തും വേണം പിടിക്കാം. പട്ടി വിചാരിച്ച സ്വർണ്ണക്കടത്ത് എല്ലാ തന്നെ എയർപോർട്ടിലൊക്കെ പട്ടികളൊക്കെ ഉണ്ട്. കേസ് അന്വേഷണത്തിൽ പട്ടികളുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് പട്ടികളുണ്ട്. അങ്ങനെ വലിയ ബ്രീഡ് ഡോഗ്സ് ഒന്നും വേണ്ട. നമുക്ക് ചെറിയ പണിക്ക് ചെറിയ പട്ടി, വലിയ പരിപാടിക്ക് മറ്റേ ബോംബൊക്കെ അന്വേഷിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡ് തന്നിരുന്നോട്ടെ. നമ്മൾ ഈ ലോക്കൽ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇവിടുത്തെ ലോക്കൽ പോലീസിന്റെ കാര്യം പറഞ്ഞത്. ഈ റോഡ് നിൽക്കുന്നതും അല്ലെങ്കിൽ ഈ ചെറിയ കാര്യങ്ങളിൽ ഇടപെടുന്ന ലോക്കൽ പോലീസിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റോ കസ്റ്റംസോ അല്ലെങ്കിൽ CID യോ CBI യോ ഒന്നുമല്ല. അവിടെയൊക്കെ മുന്തിയ പട്ടികൾ
താഴോട്ട് ലോക്കല്ലേ നമ്മുടെ നാടൻ പട്ടി. ഇത്രയും തിന്നത്തും ഇല്ല നിങ്ങൾ, വയറും ചാടത്തില്ല അവർക്ക്. എന്തൊരു മെച്ചപ്പെട്ട കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്താൻ പറ്റും. ആ ക്രൈം തടയും, ഒരുപാട് സാധനം തടയും. പിന്നെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നവരെ വേണേൽ അത് റോഡ് ക്രോസ് ചെയ്യിക്കും, സമയാസമയം നോക്കി ക്രോസ് ചെയ്യിക്കും. ഈ വിമാനം പോലെ ആയിരിക്കത്തില്ല. വണ്ടി വേണേൽ ഈ പറഞ്ഞ പോലെ ഈ വണ്ടിയുടെ ബ്ലോക്ക് മാറ്റാൻ വരുത്തും. അവന്മാർ ചാടി നടക്ക് നിൽക്കണമെന്ന് പറഞ്ഞാൽ അവർ നടക്ക് നിൽക്കും. നിന്നിട്ട് പറയും നിൽക്കേ, 5 മിനിറ്റ് കഴിയുമ്പോൾ അവൻ മാറി നിൽക്കും. അവനെ പഠിപ്പിച്ചാൽ ചെയ്യും. പട്ടികൾ ആരാ സാധനങ്ങളെന്ന് അറിയാത്തതുകൊണ്ട്. ഈ മനുഷ്യനൊക്കെ ഭേദം. അപ്പോൾ പിന്നെ കളറാണെങ്കിലും കാക്കി കളറൊക്കെ ഉണ്ട് പട്ടിക്ക്. അവർ വേണം കറുപ്പാണെങ്കിലും കുഴപ്പമില്ല. വെള്ളപ്പെട്ടിയൊക്കെ വേണേൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ കസ്റ്റംസിൽ തന്നെ വേണമെങ്കിൽ. അയ്യോ, നാടൻ പട്ടിയെല്ലാം കൂടുതലും ബ്രൗൺ കളറാണ്. അപ്പോൾ കാക്കിയാണെന്ന് വിചാരിക്കും. യൂണിഫോം ഉണ്ട്. എന്തോ വേണം ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൂടെ? ഇതൊക്കെ എന്ത് സിമ്പിൾ. 6 മാസത്തെ പരിപാടിയേ ഉള്ളൂ. 6 മാസം ഒന്ന് ശ്രമിച്ചു നോക്കുക. കൊച്ചു പട്ടികളെ റോഡിൽ കിടക്കുന്നതിനെല്ലാം എടുത്ത് ഗവൺമെന്റ് ഏൽപ്പിക്കാൻ പറയണം. അപ്പോൾ നാട്ടുകാർ പട്ടിയുടെ സ്നേഹമുള്ളവർ പട്ടികൾ റോഡിൽ കിടന്ന് ചാവാതിരിക്കാൻ നിങ്ങൾ ഏൽപ്പിക്കും. അതിനെ 6 മാസമല്ല, 6 മാസം വളർത്തുമ്പോൾ തന്നെ ട്രെയിനിങ് കഴിയും. എന്നിട്ട് ഓരോ സ്ഥലത്ത് പ്രദേശത്ത് കൊണ്ട് നിർത്തി ട്രെയിൻ ചെയ്യണം. അതാണ് വേറെ പ്രശ്നം. അവിടെ തന്നെ നിർത്തി ട്രെയിനിങ് കഴിഞ്ഞ് ആ ഒരു ഏരിയ കാണിച്ചു കൊടുത്ത് അവരുടെ ടെറിട്ടറി മാർക്ക് ചെയ്ത് ഈ പ്രദേശത്ത് എന്ത് നടന്നാലും അവർക്ക് ഓടി എത്താൻ പല ലൊക്കേഷനുകളിൽ ഓരോരുത്തർക്ക് ഓരോ സർക്കിൾ കൊടുക്കുക. ഒരു 2 ആൺപട്ടിയും 2 പെൺപട്ടിയും കൂടെ ഒരു ഏരിയ, അങ്ങനെ ഒരു ചെറിയൊരു സർക്കിൾ. അത് അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറൊക്കെ കാണണം. ഏത് പട്ടി ഇൻസ്പെക്ടർ, അവര് നോക്കിക്കോളൂ ആ ഏരിയ. ഈ എന്നെത്തോ ഒരു പാലവാ, അതിനകത്താണ് പടുകുഴികൾ. ഈ കുഴി താഴോട്ട് കുഴിഞ്ഞെന്നാണോ ഈ വണ്ടി അടിയിലോട്ട് വെള്ളത്തിലോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. അതുപോലെ ഈ കുഴികൾ എനിക്ക് തോന്നുന്നു ഈ കുഴിയിൽ നിന്ന് വെള്ളം താഴോട്ട് ഇടാൻ വേണ്ടി, വെള്ളം പോകാൻ വേണ്ടി ഇട്ടേക്കുന്ന കുഴിയാന്ന് തോന്നുന്നു. ആ പുഴയിലോട്ട് ഈ മരടിന്റെ അവിടെ കൂടെ ഒഴുകുന്ന എന്തുവാണ് ആ സാധനം, അതിനകത്തൂടെ അങ്ങ് ഒഴുകി അങ്ങ് പോകുമായിരിക്കും. അതിനായിരിക്കും കുഴി ഇട്ടേക്കുന്നത്. എന്തോ കണ്ടുപിടുത്തങ്ങളാന്ന് നോക്കിയാണ്. കിടക്കുക വണ്ടികൾ. എല്ലാവർക്കും സന്തോഷമാണ്. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ആരുടെയും എന്തെങ്കിലും ഒരു ചെറിയ പുക പരിശോധിച്ചതിന്റെ സർട്ടിഫിക്കറ്റിൽ ഒരു പെറ്റിയും കൂടെ കിട്ടി അവർ ഹാപ്പി അല്ലേ? ഒരു നാണോ ഇല്ല കേട്ടോ. ഇത് നാണമില്ലായ്മ മാത്രമേ ഇങ്ങനെ പെറ്റിയടിക്കുന്നു. വല്ലാത്തൊരു ജോലി തന്നെയാണ്. ഒരു നുടുപ്പില്ലാത്തൊരു ജോലി ആയിപ്പോയി ഇപ്പോൾ പോലീസുകാരുടെ ജോലി. ട്രാഫിക് പ്രത്യേകിച്ച് MVD സഞ്ജു ടെക്കിയുടെ വണ്ടിക്കകത്ത് വെള്ളം കോടതി ഇടപെടുന്നു. ചേർത്തല മറ്റേ അരൂർ റൂട്ടിൽ എത്ര ആക്സിഡൻസ് ഉണ്ടായി, മരിച്ച ആൾക്കാർ. ഒരു കോടതി ഇടപെടുന്നില്ല. ആർക്കും അറിയണ്ട. MVD അറിയുന്നില്ല, ട്രാഫിക് അറിയുന്നില്ല, കോടതി അറിയുന്നില്ല, പോലീസ് അറിയുന്നില്ല, മന്ത്രിമാർ അറിയുന്നില്ല, ഗണേഷ് കുമാർ അറിയുന്നേ ഇല്ല. അവിടെയൊക്കെ ആ വഴി ഒന്ന് 5 വർഷം പണിയുണ്ട്. 5 വർഷം ഇതിങ്ങനെ കിടക്കും. ഇതിപ്പോൾ 1 വർഷത്തിന് മേളായാലോ ഇതിങ്ങനെ കുഴിയായിട്ട് കിടക്കുന്നു. അതിനകത്ത് ട്രാൻസ്പോർട്ട് ബസ് വീഴുന്ന വീഡിയോ ഈ നാട്ടുകാരെല്ലാം കൂടെ കുറെ വീഡിയോ എടുത്ത് അയക്കണം. സമരം ആരും ചെയ്തില്ല, പ്രതിപക്ഷം ഇല്ലാത്തതുകൊണ്ട് അത് നടക്കത്തില്ല. പിന്നെ BJPക്കൊക്കെ ഉള്ള ഒരേ ഒരു ഏരിയ ശബരിമല കണ്ടാലേ അവർ ഇടപെടത്തുള്ളൂ. കോൺഗ്രസ്സുകാർ എവിടെയാണോ കോൺഗ്രസ്സുകാർക്ക് പിന്നെ അണികളില്ലാത്തതുകൊണ്ട് അതും നടക്കത്തില്ല. ഇതേ പരിപാടി കോൺഗ്രസ് വല്ല പാർട്ടി ഭരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിപക്ഷത്താണ് നടക്കും. അവിടെ സമരം നടക്കും, ഉപരോധം നടക്കും, പാലം പൊളിക്കും. അയ്യോ, ആ ചേർത്തല റൂട്ടിലൊക്കെ ഉണ്ടല്ലോ കുറേ പേരൊക്കെ കിടന്നേനെ നിരന്ന്. ചങ്ങല പല പരിപാടികളുണ്ട്. അതൊന്നും ഇപ്പൊ കാണാനില്ല. ഇന്ന് ചങ്ങലയൊക്കെ എടുത്ത് ആരും മേടിച്ചോ? ചങ്ങല മേടിച്ചോണ്ട് പോയോ? അത് ചങ്ങല കാണാതെ പോയോ? അത് കണ്ണികൾ അകന്ന് ചങ്ങല തുരുമ്പിച്ച് ഇനി പുതിയ ചങ്ങല പണിയിക്കണം. ഈ ഭരണം പോയാൽ ചങ്ങല വരും. എവിടെ നിന്നാന്ന് അറിയത്തില്ല, ചങ്ങല കൊണ്ടിരുന്നു. ഇത് ഭയങ്കര മോശം തന്നെയാണ്, നാണക്കേടാ. ഇത് കണ്ടില്ല, ഞാൻ അതിൽ ഒറ്റ ട്രാഫിക് പോലീസിനെ കാണാൻ പറ്റത്തില്ല. അവരിവിടെ ഇല്ല, അങ്ങനെ ഒരാളില്ല. ഇത് കൊച്ചിയിലെ മെയിൻ റോഡുകളിൽ ഒന്നാണ്. അത് ഇങ്ങോട്ട് പോകുന്ന നേവിക്കാർ, കസ്റ്റംസുകാർ, ഇവരെല്ലാം പോകുന്ന റോഡ്. അതിനകത്തൊരു മെയിൻ പാലം തന്നെ ഒരു പരുവത്തിലായി. എന്നിട്ട് അവിടെ കിടക്കുക, നിരങ്ങുക വണ്ടികൾ. ഇങ്ങനെ നിരങ്ങി ഉണ്ടാക്കുന്ന ആ പൊല്യൂഷനും വണ്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനും ആരാണ് ടാക്സ് അടയ്ക്കേണ്ടതെന്ന് പറയാം. നമ്മളാണ് അടയ്ക്കേണ്ടത്. ഈ ടാക്സിനകത്തുനിന്ന് കുറച്ച് പൈസ തിരിച്ചു തരുമോ ഇതുവഴി പോകുന്ന ആൾക്കാർക്ക്? അത് തന്നാൽ മതി. കൂടുതലൊന്നും തരണ്ട. റോഡ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഓടിക്കുന്നതിന് എന്തിന് ഈ കുഴിക്കകത്തോടെ ചാടി മറിയുന്നതിന് റോഡ് ടാക്സ് ആണ്. എല്ലാ റോഡും ഇങ്ങനൊന്നുമല്ല. ഈ റോഡിന്റെ കാര്യം മാത്രമേ പ്രത്യേകം പറയുന്നുള്ളൂ. വേറെ റോഡുകൾ മറ്റുള്ള നാട്ടിലുള്ളവർ വേണം എടുത്തിട്ടോണം. ഈ ഏരിയ കൂടെ പോകുന്ന ഒരാൾ 2 പ്രാവശ്യം ഞാൻ പോയി. 2 പ്രാവശ്യം ഞാൻ അത് ഈ വഴി പോകാറുള്ള ആളൊന്നുമല്ല. പോയപ്പോൾ കണ്ടതുകൊണ്ട് അങ്ങ് പറഞ്ഞതാണ്. ഇത് ഭയങ്കരം തന്നെ. ഇത് 1 പ്രാവശ്യം പോയാൽ മതി കേട്ടോ ഈ വഴി. അപ്പോൾ തന്നെ മനസ്സിലാവും ഇവിടുത്തെ അവസ്ഥ എന്താണ്. എന്തോ ഇത് സമയം പിന്നെ കാണിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ പോയതിന്റെ സമയമാണ് 1 മണിക്കൂർ. ഇതിനാരെങ്കിലും ലൈസൻസ് റദ്ദാക്കിയോ? ആജീവനാന്തകാലം ലൈസൻസ് റദ്ദാക്കുന്ന മഹാസംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. വെള്ളം, വണ്ടിക്കകത്തെ വെള്ളത്തിന് പ്രശ്നമാട്ടോ, പുറത്തെ വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഒരാടെ ഇങ്ങനെ ക്യൂ പോലെ നിന്ന് ഇതുപോലെ ഇത്രയും വണ്ടികൾ ബ്ലോക്ക് ആകുക, ഇത്രയും മനുഷ്യരുടെ നടുവൊടിയുക, എല്ലാവരും ഒരു അപകടം സംഭവിക്കുക. ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു ചെറുക്കനെ ഇച്ചിരി വെള്ളം കണ്ട് പ്ലാസ്റ്റിക് കവറിനകത്താക്കി വണ്ടിക്കകത്ത് വെച്ചെന്ന്. അതിനില്ലാത്ത നടപടികളൊന്നും ഇല്ലാന്ന്. എത്ര പേരുടെ ലൈസൻസ് കട്ടാവും ഇതിനകത്ത്? ഈ കാണുന്ന കുഴി, ഇതിനകത്തൊക്കെ ആൾക്കാർ വീണ് എന്നും ദുരിതം അനുഭവിക്കുന്നു. ഇതിന്റെ കോൺട്രാക്ടർക്കോ ഈ പാലം പണിതനോ എന്തെങ്കിലും ഫൈനെങ്കിലും ഒന്ന് അടിച്ചുകൂടി? ഇതിന്റെ മെയിൻ്റനൻസ് നടത്തേണ്ട ആൾക്കാർ ചെയ്യാതിരിക്കുന്നവർക്ക് ഒരു ചെറിയ എന്തെങ്കിലും ഒരു ലൈസൻസ് കട്ട് ചെയ്യുമോ? ഒന്ന് വിളിച്ച് പറയുക, ഒന്ന് പേടിപ്പിക്കെങ്കിലും ചെയ്യുന്നേ. അല്ലാതെ അവരെ നടപടിയൊന്നും എടുക്കണ്ട, അവരുടെ തൊഴിലില്ലാതാക്കണ്ട. അത് ശരിയല്ല. അതിപ്പോ അസൂയ മൂത്തിട്ട് സഞ്ജു ടെക്കിയോട് ചെയ്ത പോലെ അത് വേണ്ട. ഇവരെ ഒന്ന് പേടിപ്പിച്ചാൽ മതി. ഇതൊന്ന് ചെയ്യിക്കാൻ പറ്റുമോ? പേടിപ്പിക്കണ്ട. ഇതൊന്ന് ശരിയാക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. ജീവിക്കാൻ ഒരു മോഹം തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുക. ഈ വരുന്ന ഓരോരുത്തരും ചോദിക്കുന്ന ഇതൊന്ന് റോഡൊന്ന് ശരിയാക്കാൻ പറ്റുമോ? ഇല്ലല്ലേ.
കിടക്കുന്ന കിടപ്പ് കണ്ടോടെ, കുഴി കുഴി കുഴി, ഇതാണ്ട് കുഴി. ഈ കുഴി ഇതിനകത്ത് നമ്മൾ ചാടാൻ കൊള്ളത്തില്ല, ചിലപ്പോൾ അടി പോകും, വെള്ളത്തിൽ പോകും, നമ്മൾ പാലത്തിനടിയിലേക്കുള്ള കുഴിയായിരിക്കും. എത്ര എന്തിനാണ് വണ്ടിയുടെയൊക്കെ ടാക്സ്, ഇൻഷുറൻസ്, പോകാം എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത് എങ്ങോട്ടാണെന്നറിയോ? അതിന് കുഴിക്കകത്തോട്ട്, ചെളിക്കകത്തോട്ട്, റോഡിലോട്ട് വെള്ളം കയറി കിടക്കുന്ന കാഴ്ച. അത് അതിനകത്തോടെ നോക്കുമ്പോൾ ഇങ്ങനെ തെറിപ്പിച്ചോണ്ട് പോകുന്നു. അവിടെ ആ വെള്ളത്തിനുള്ള കുഴപ്പം എന്ന് വെച്ചാൽ റോഡിലോട്ട് വെള്ളം കയറി വണ്ടി പാളും. വണ്ടിക്കകത്ത് പ്ലാസ്റ്റിക് കവറിനകത്ത് വെള്ളം നിറച്ച വണ്ടി പാളത്തൊന്നുമില്ല, ആക്സിഡന്റ് ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായ ഒരു ചരിത്രമില്ല. ഏതെങ്കിലും വണ്ടിക്കകത്ത് പ്ലാസ്റ്റിക് കവറിൽ വെള്ളം നിറച്ചിട്ട് വണ്ടി ഇടിച്ചായിട്ട് കിടക്കുന്നുണ്ടോ? പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വണ്ടി ഇടിച്ച് മരിക്കുന്നതും എല്ലാം സർവ്വസാധാരണമല്ലേ? അവിടെ ഒന്നും ഇല്ലാത്തൊരു നടപടിയും ഇടപെടലും, ഓഹോ സ്വത്തുവകകൾ കണ്ടെത്താൻ പോകലും, അതൊന്നും എന്താ ഇങ്ങനെ എങ്ങനെ ഇത് പറ്റുന്നേ? ഇതെങ്ങനെ സാധിക്കുന്നു നിങ്ങളെ കൊണ്ട്? ഇതിന്റെ ഈ വർത്താനം പറയാൻ വന്ന ഉളുപ്പില്ലാത്ത മന്ത്രിക്കും അതുപോലെ തന്നെ ഈ നടപടികൾ എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥരും അധികാരവും പദവിയൊക്കെ അലങ്കരിക്കുന്ന മഹാമനുഷ്യർക്ക് എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? അവരിതൊന്നും കാണാതെ യൂട്യൂബ് നോക്കിയിരിക്കുവാണോ? ഇവരെല്ലാം യൂട്യൂബും കണ്ടോണ്ടിരിക്കുന്നതിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ യൂട്യൂബിൽ ഇട്ടേക്കാം. ഇനി ഇത് കണ്ടിട്ട് ഇനി എല്ലാവരും ഒന്ന് യൂട്യൂബിലിടാങ്കിൽ ചിലപ്പോൾ ശരിയാകുമായിരിക്കും കേട്ടോ. യൂട്യൂബ് നോക്കി ഇവർ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ ഓരോ കാര്യങ്ങൾ അറിയുന്നത് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. എല്ലാവരും അങ്ങ് വീഡിയോ എടുത്തിടണം. ഈ വഴിയെ പോയവർ മുഴുവനും വീഡിയോ എടുത്തിടണം.